ഡെലിവറൻസിന്റെ ഒരു പ്രയർ തരാമോ എന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചത്. ഡെലിവറൻസ് പ്രയറോ? പ്രയർ എനിക്ക് പ്രയർ പ്രാർത്ഥിക്കാൻ രാവിലെ കേട്ടിരുന്നിട്ടും ഞാൻ ബൈബിള് പിന്നെ വോയിസ് ആയിട്ട് കേൾക്കുകയൊക്കെ ചെയ്തുള്ളേ. ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിട്ട് അങ്ങ് പോകാൻ പറ്റുന്നില്ല. എന്താ തടസ്സം? ഒരു എനർജി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മഗ്നീഷ്യം ഇനിയിപ്പം ബന്ധനം കൊണ്ട് വല്ലതാണോ, അതോ ഇനിയിപ്പം വലിയ ഈ മഗ്നീഷ്യം പോലെയുള്ള എന്തെങ്കിലും ന്യൂട്രീഷന്റെ, അതായത് ഭയങ്കര മടിയെന്നൊന്നുമല്ല ഞാൻ, പക്ഷെ അങ്ങോട്ട് കത്തുന്നില്ല. പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ ഈ വണ്ടി കത്തുന്നില്ലെന്ന് പറയുന്ന പോലെ എല്ലാം ഓക്കെയാണ്, ബട്ട് ഒരു ഫ്യൂവൽ എനർജി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൂടാതെ ആരെങ്കിലും ഉപദേശം സ്വീകരിച്ചോണ്ടിരിക്കണ ഇപ്പൊ ഈ സമയത്ത് തന്നെ? ഞാൻ മറ്റേ ബ്രദറിനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, എപ്പോഴല്ല, പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം? 1-2 പ്രാവശ്യം. ഇതിലൊരു കാര്യം ചെയ്യില്ലേ, നമ്മള് ഈ പല വ്യക്തികളിൽ നിന്ന് ഉപദേശം ഒരേ ടൈമിൽ കേൾക്കുമ്പോ അത് നമ്മളെ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ സ്ട്രഗിൾ ചെയ്യും അല്ലേ? അപ്പൊ ഒന്നുകിൽ ആളെ കേൾക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിളിച്ചാ ഞാൻ എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ എപ്പോഴും എടുക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എടുക്കില്ല. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം വേണം. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയില്ല, നല്ല കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടാത്തൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മള് ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ? ഇതാണല്ലേ ആവശ്യം. ഇത് നടക്കാൻ ഒരു നല്ല നമ്മൾ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കും, പക്ഷെ നമ്മുടെ കറക്റ്റ് മൈൻഡ് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അതിനകത്ത് അപാകതകളുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം, ഗ്രഹിക്കാൻ പറ്റണം. ഞാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് റൈറ്റ് ആയിട്ട് പോവില്ല. മനസ്സിലായി? അപ്പൊ ഇത് നമുക്ക് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മണിക്കൂറുകളല്ല, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സംസാരിക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അത് നമുക്ക് വിഷയമുള്ള കേസൊന്നല്ല. അതിപ്പോ നമ്മുടെ മറ്റേ ബ്രദറിന് അറിയാതൊക്കെ. അപ്പൊ നമുക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നമ്മള് നല്ല രീതിയിൽ ചെയ്യാൻ, നല്ല ഹൃദയപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഹൃദയ പരമാർത്ഥതയോടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം നമുക്ക് ഇപ്പൊ നമ്മൾ മനസ്സിലെത്തി. ഇപ്പൊ അവരൊക്കെ കിടന്നു പറഞ്ഞില്ലേ, ഇതുപോലുള്ള സമയം കിട്ടുമ്പോൾ നമ്മളതൊരു 7 പ്രാവശ്യം, ഒരു 9 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കാം. അത് അതരം തുറന്ന് വായിക്കണം. കവർ പേജിലുള്ള ആ വചനം മുതൽ ലാസ്റ്റ് കവർ പേജിലുള്ള വചനം വരെ വായിക്കണം. അപ്പോഴാണ് ആ പ്രയർ കംപ്ലീറ്റ് ആവുക. അത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഡെലിവറൻസ് നടക്കും, ആ പ്രാർത്ഥനയിൽ തന്നെ. അതിന്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ് ശരിക്കും. മനസ്സിലായ? നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, നമ്മൾ ചെറുപ്പം തൊട്ട് പറഞ്ഞുകൊണ്ട് വരുന്നല്ലേ മനസ്സാപ്രകരണമൊക്കെ. അപ്പൊ നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ നമുക്ക്, പക്ഷെ അതിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിനാണ് പ്രത്യേകത അതിന്റെ. ഞാൻ സംശയം, അതിനകത്ത് വിശ്വാസ പ്രമാണം ഒഴിവാക്കിയതാണോ, അതോ അതിനകത്ത് പ്രാർത്ഥനയല്ല? അത് സെബിന് ഇപ്പൊ എത്ര വയസ്സായെന്ന് പറഞ്ഞ എന്നോട്? 36 വയസ്സ്. 36 വയസ്സെന്ന് പറഞ്ഞാൽ അതായത് നമ്മള് ആദ്യ കുർബാന സ്വീകരിച്ച സമയം മുതല് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് പോരുന്ന അല്ലേ? ഇപ്പൊ ഏകദേശം 9 വയസ്സ്, 32 വയസ്സാകുമ്പോ നമ്മൾ ഏകദേശം ഒരു 20 വർഷമായിട്ട് അല്ലെങ്കിൽ 22 വർഷമായിട്ട് നമ്മളത് ചൊല്ലിക്കൊണ്ട് പോരുന്നുണ്ട് അല്ലേ? 22 വർഷമായിട്ട് ചൊല്ലിക്കൊണ്ട് പോരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് അത്രയും തീക്ഷ്ണത ഒന്നും ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല. ഇല്ല, തോന്നിട്ടില്ല. അപ്പൊ ഇത് കട്ടിയായിട്ടാ പള്ളിയില് ചെല്ലുമ്പോ കട്ടിയായിട്ടാ ഫീൽ ചെയ്തിട്ടുള്ളൂ. കട്ടിയായിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മറ്റു വേറൊരു പ്രയർ ഉണ്ട്, അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഞാനപ്പോ ഇത് നമ്മളൊന്ന് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ചെയ്ത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഒരു 7 പ്രാവശ്യം അല്ലെങ്കിൽ 9 പ്രാവശ്യം വെച്ച് ചെയ്തെക്കാം. അത് നമ്മൾ പറഞ്ഞ കാര്യം അങ്ങനെ ഫോളോ ചെയ്തു പോവാം. എല്ലാ ദിവസവും ചെയ്യാനാണ് നമ്മൾ പറയുന്ന വചനവും എല്ലാ വചനങ്ങളും അതേപോലെ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. മനസ്സിലായ? അപ്പൊ അത് നമുക്ക് നിശ്ചയമായിട്ടുള്ള ഓരോ പ്രയർ ചെയ്യാൻ എത്ര സമയം വേണമെന്നൊക്കെ നമുക്ക് അറിയാം ഏകദേശം. അപ്പൊ നമുക്കിത് അത്യാവശ്യം പ്രയർ ചെയ്യാനുള്ളതുണ്ട്. പ്രയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഫ്രീ ആവും അല്ലേ? പിന്നെ പല ആളുകൾക്കും ഇങ്ങനെ ഈ വചന പ്രഘോഷണം കേട്ടോണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് ചിലപ്പോ അല്ലേ? നമ്മൾ വെറുതെ ചുമ്മാ ഇരുന്നു കൊടുത്താ പോരെ. എന്ന് പറഞ്ഞ പോലെ ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ മെനക്കെടണം, നമ്മൾ അധ്വാനിക്കണം. അതായത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയും മൗനമായിട്ട് ചെയ്യരുത്. അത് പ്രധാനപ്പെട്ട കാര്യം. വചനം നമ്മൾ പറഞ്ഞിട്ടുള്ള വചനം വായിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രയറുകൾ ചെയ്യുമ്പോഴും ഒന്നും തന്നെ ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സെബിൻ ചെയ്യേണ്ട കാര്യം ഇനി മുതൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാല് ഏത് പ്രാർത്ഥന ചെയ്താലും മൗനമായിട്ട് ചെയ്യരുത്. അത് മസ്റ്റായിട്ടും നമ്മള് അധരം തുറന്ന് ചെയ്യണം. അപ്പോ മിനിമം വോയിസ് എങ്കിലും പുറത്തു വരണം. മനസ്സിലായ? നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ നമ്മൾ ഇരിക്കുന്ന മുറിയിലെങ്കിലും കേൾക്കണം. നമ്മുടെ മുറിയിൽ ഇപ്പൊ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഒച്ചയില്ലാതെ നമുക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ നമുക്ക് സൗണ്ട് പുറത്ത് വരുത്തി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് നമ്മളിരിക്കുന്ന മുറിയിൽ ആ മുറിയിൽ എവിടെ ഇരുന്നാലും വേറൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന കേൾക്കാൻ പറ്റണം. അങ്ങനെ ഒരു വോയിസ് നമ്മൾ പുറപ്പെടുവിക്കണം. ശബ്ദം ഉണ്ടാകണം നമുക്ക്. അപ്പൊ ആ ശബ്ദം പുറത്തു വരണം. അതിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. ഇത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അതായത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കണം. മനസ്സിലായ? സെബിൻ പ്രാർത്ഥിക്കുന്നതും സെബിൻ വചനം വായിക്കുന്നതും സെബിൻ ഏത് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ എന്ത് പറയുമ്പോഴും ദൈവത്തോട് സംസാരിക്കുമ്പോഴും ഇതെല്ലാം സെബിൻ കേൾക്കണം പ്രധാനമായിട്ട്. മനസ്സിലായ? അപ്പൊ ഈ കേൾവിയിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഈ പ്രാർത്ഥനകളും വചനവും ഒക്കെ കടന്നു ചെല്ലാം. മനസ്സിലായ? ദൈവത്തിന്റെ വചനം ആത്മാവും, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈ ആത്മാവും ജീവനും നമ്മളിലേക്ക് റവല്യൂഷൻ നടക്കണം. മനസ്സിലായ? അതുവഴി നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ, ഇന്ദ്രിയങ്ങളുടെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ, ഇന്ദ്രിയങ്ങളുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ, ചിന്താമണ്ഡലങ്ങളുടെ എല്ലാം പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണം നടക്കും. മനസ്സിലായ? അത് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അന്ന് സംസാരിച്ച് പറഞ്ഞ കാര്യം പഴയ നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമത്തിലാണ്. അപ്പൊ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായ? പിന്നത്തെ കാര്യം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കുക. അപ്പൊ ഈ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാല് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ദൈവത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. മനസ്സിലായ? ദൈവത്തോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞാല് അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. നമ്മള് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള മെനക്കെടല്. മനസ്സിലായ? അതിന്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കല്. അതിന്റെ ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യല്. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറും. അപ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ ദൈവത്തോട് നീതി പുലർത്തുന്ന വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയില് ദൈവത്തിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ലോകത്തെയല്ല, ദൈവത്തിന് അർഹിക്കുന്നത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. മനസ്സിലായി? അത് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ റൈറ്റായിട്ട് സ്ഥാപിക്കുകയാണ്. മനസ്സിലായ? ദൈവവുമായിട്ടുള്ള റൈറ്റായിട്ടുള്ള ബന്ധം ഞാൻ ഇങ്ങനെ അതാണ് കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ 2 കൈ കൂപ്പി പിടിച്ചു കഴിഞ്ഞാല് 2 കൈ കൂപ്പി പിടിക്കില്ലേ നമ്മൾ സ്തുതി കൊടുക്കാനായിട്ട്? അങ്ങനെ കൈ കൂപ്പി പിടിക്കുമ്പോ നമ്മുടെ ആ 2 കൈക്കുള്ളിൽ വേറൊരു കൈ കയറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. അത് ആ കൈ തന്നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു കൈ കൂടി കയറ്റി വെച്ചൂടെ?
എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ രണ്ട് കൈ കൂപ്പി പിടിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഞാൻ ഒന്നുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ 10 വിരലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും, വിരലുകളുടെ ഇടയിൽ കൂടെ ഇട്ട് നന്നായിട്ട് ടൈറ്റാക്കി കൈ കൂപ്പി പിടിക്കും അങ്ങനെ. അപ്പൊ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കയറ്റണമെന്ന് വിചാരിച്ച പോലും കയറ്റാൻ പറ്റില്ല. വേറെ കൈ അതിൻ്റെ ഉള്ളിൽ കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നല്ല ടൈറ്റാക്കി പിടിച്ചു കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമോ? അതുപോലെ ഡീപ്പായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ദൈവവുമായിട്ടും ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ കണക്ഷൻ വരുമ്പോണ്ടല്ലോ ഈ പിതാവും പുത്രനും നമ്മൾ കർത്താവേന്ന് മാത്രം ഓർത്താൽ മതി. ഈ 3 പേരുടെ കാര്യം ഓർക്കുമ്പോഴും അതെങ്ങനെ സെറ്റാക്കാൻ പറ്റും? നമ്മൾ ആ സമയത്ത് മനസ്സിലെയും 3 പേരെ നമുക്ക് ഓർക്കാൻ പറ്റിയല്ലോ, ഒരാളെയല്ലേ ഓർക്കാൻ പറ്റുള്ളൂ. മതി, ഒരാളെ ഓർത്താൽ മതി. ഞാനും പിതാവ് ഒന്നാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു, എന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവൻ എന്റെ പിതാവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നു. എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നില്ല. എന്നെ തിരസ്കരിക്കുന്നവൻ എന്റെ പിതാവിനെ തിരസ്കരിക്കുന്നു. മനസ്സിലായ? എന്നെയും പിതാവിനെ സ്നേഹിക്കുന്നവനോട് കൂടെ ഞങ്ങളുടെ ആത്മാവ് ഉണ്ടായിരിക്കും. മനസ്സിലായ? അതാണ് യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മനസ്സിലായി? എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കണം. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വന്നപ്പോഴെല്ലാം മനസ്സിലായി. ഒന്നും അറിയത്തില്ല ഈശോയുടെ കൂടെ നടന്നെങ്കിലും. അതുവരെ ഒരു സാധാരണ മനുഷ്യരായിരുന്നു. പത്രോസ് പറഞ്ഞ കർത്താവ് ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ, അവനെ വാളെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചില്ലേ അവര് പോകുമ്പോ. അപ്പൊ വാളെടുക്കുന്നതിന്റെ അടുത്തോളം പറയും, ഇവിടെ 2 വാളുണ്ട്, അത് മതി എന്ന് പറയും. ഓർമ്മയില്ലേ? അതെ, ഈശോ ഇവിടെ ജീവിച്ചപ്പം സാധാരണ ആളെ പോലെ തന്നെ ജീവിച്ചു. പവറുകളൊന്നും അധികം ദൈവം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക, ശക്തിപ്പെടുത്തുക. അല്ല, അത് നമുക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒരുപാട് സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഇപ്പൊ ആത്മീയതയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഇത് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ കൂടെ പോയി ചേരുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അല്ലാത്ത മനുഷ്യരെ ഉണ്ടാക്കാന്ന് ആദ്യത്തെ കാര്യം ഞാൻ പറയുകയാണ് ഇപ്പൊ, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ജീവിച്ച് കാണിച്ച് തരാനാണ് ഈശോ വന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, ഞാൻ ചെയ്തതും ഞാൻ പോകുന്നത് കൊണ്ട് അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറയാനുള്ള കാരണം അതാണ്. ഞാൻ ചെയ്തു മാത്രമല്ല, അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. ഈശോ ചെയ്തേക്കാളും ഈശോയുടെ ശിഷ്യന്മാർ ചെയ്തതിനേക്കാളും അധികം മരിച്ചുപോയ ആളുകളെ ഉയർപ്പിച്ച വിശുദ്ധരുണ്ട്. മനസ്സിലായ? അങ്ങനെ വിശുദ്ധനുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ല. അതായത് 29 27 എത്ര ആളുകളെ ഉയർപ്പിച്ച ഒരു വിശുദ്ധനുണ്ട്. മനസ്സിലായ? അപ്പോ അതുപോലെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും മനുഷ്യ ജീവിതത്തിൽ, ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ദൃഷ്ടാന്തമാണ് ഈശോ വന്നിട്ട് തന്നത്. മനസ്സിലായ? അപ്പോ ഈ ദൃഷ്ടാന്തം നമുക്ക് കാണിച്ചു തന്ന് നമുക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാ ആ മരിച്ച് ഉയർത്ത് എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഒരു ശിഷ്യന്മാരെ കണ്ടു ഇല്ലേ? ശിഷ്യന്മാർ പ്രസംഗിച്ചു, പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്ന് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിച്ചു ഇല്ലേ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ മനുഷ്യന് സാധിക്കും എന്നുള്ളതിന് തെളിവാണ്, ദൃഷ്ടാന്തമാണ് ഈശോ തന്നിട്ട് പോയത്. അപ്പൊ ഇതിലൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഒന്ന്, നമ്മുടെ ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് ആദ്യം 2 കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസവും വിശുദ്ധിയും. അപ്പൊ വിശ്വാസവും വിശുദ്ധിയോട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമുക്ക് ദൈവത്തിന്റെ ആത്മാവും ജീവനും കൃപയും ശക്തിയും കാര്യങ്ങളൊക്കെ വരും, എല്ലാം വരും അതിന്റെ കൂടെ.
മനസ്സിലായ? വിശുദ്ധീകരണം നടക്കുന്നതനുസരിച്ച് നമ്മളില് ആത്മാവും ചൈതന്യവും അതിന്റെ ശക്തിയും വരദാനങ്ങളൊക്കെ നിറയും. നമ്മൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നിറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ദാഹിക്കേണ്ടത്. പിന്നത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ആഗ്രഹിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം നമ്മെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്ത് ശുശ്രൂഷയാണോ അതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ആകുന്നതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായ? അപ്പോ ഈശോ പറഞ്ഞില്ലേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേർത്തേന്ന് എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള മാർഗം. പിന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം, ദൈവത്തിന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്റെ ഈശോയെ ഇതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ, എങ്കിലും ഈശോയെ എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം, അപ്രകാരം എന്നെ ശക്തിപ്പെടുത്തണമേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ, എന്ന് പറയാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, അങ്ങയുടെ ആത്മാവിനാല് എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് ശക്തമായിട്ട് അതിശക്തമായിട്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്താ? ശക്തമായിട്ട് എന്ത് കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ആദ്യമായിട്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞില്ല, ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പിന്നെ പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആഗ്രഹം, ദാഹം, പിന്നെ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ദൈവസന്നിധിയിലുണ്ടെങ്കിൽ അതിൽ കർത്താവിന്റെ ഇടപെടലുണ്ടായിരിക്കും. അതിനകത്തൊരു തർക്കവുമില്ല. അപ്പൊ നമ്മള് അങ്ങനെ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിരിക്കും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ആളെ വിളിച്ച് സംസാരിക്കും, ആളെ എപ്പോഴും ഒരുവിധം സമയത്തൊക്കെ പുള്ളിന് കിട്ടും, ആളെ കിട്ടും. ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പിന്നെ ഞാനൊന്ന് പുള്ളി എന്ന് പറഞ്ഞ 3 മാസം പിന്നെ കഴിഞ്ഞിട്ട് അതുവരെ പ്രാർത്ഥിക്കാൻ പോലെ പറഞ്ഞതേ. അല്ല, 3 മാസം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ 3 മാസം മറ്റേ പ്രയർ എല്ലാം പറഞ്ഞു. എന്ത് പ്രയറാണ്? മറ്റേ പിന്നെ ഈ നമ്മൾ ഈ മരിച്ച മാർപ്പാപ്പായ്ക്കും മരിച്ച വിശ്വാസികൾക്കും പിന്നെ എല്ലാം വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അതിന് കൂടെ പ്രയർ തന്നിട്ടില്ലേ? വേറെ ഈ പ്രയറും കൂടെ ഉള്ളു, വേറെ ഒന്നും തന്നില്ല. ഏത് നമ്മുടെ ബുക്ക്? ബുക്ക് വേറെ സ്പെഷ്യലായിട്ട് ഒന്നും തന്നില്ല. ബുക്കും വേറെ എന്തെങ്കിലും ആള് മെസ്സേജ് അയച്ച് വേറെ തന്നിട്ടില്ലേ? നിയോഗങ്ങൾ അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ലില്ല. മറ്റേ ഈ ഇപ്പൊ പറഞ്ഞ പിന്നെ 5-6 നിയോഗം ഈ പാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അതിങ്ങനെ അനന്തകോടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, അനന്തകോടി പാപികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാൻ അല്ലാത്ത അനന്തകോടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തെ മുഴുവൻ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി മാർപ്പാപ്പി മാർപ്പെടുന്ന അതൊക്കെയല്ലേ? അത് നമ്മുടെ അതൊക്കെ സമർപ്പണത്തിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ ആദ്യം കുരിശ് സമർപ്പിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ പ്രയർ തന്നെ ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതിന്? പിന്നെ മൊത്തം അങ്ങായിട്ടില്ല. ഞാൻ പിന്നെ അതുകൊണ്ട് ഞാൻ ബ്രദറിന്റെ അടുത്ത് ഒരു പ്രയർ ചോദിക്കാമല്ലോ എന്ന് ഓർത്ത് വിളിച്ചത്. എനിക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടി. കോൺസെൻട്രേഷൻ വരാന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ആഗ്രഹം ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഒന്ന്, പ്രാർത്ഥിക്കല്, നമ്മൾ ശക്തമായിട്ട് അതിയായിട്ട് ദാഹിക്കുക, അതിനു വേണ്ടിയിട്ട് ദാഹിക്കുക, ആഗ്രഹിക്കുക, പിന്നെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനാ പറഞ്ഞു 3 കാര്യം. ഈ 3 കാര്യങ്ങളാണ് അത്. അതായത് ഇത് നമുക്ക് വേണമെന്നുള്ള നമ്മുടെ ത്വരയായിരിക്കണം, ആഗ്രഹം. അത് അടങ്ങാത്ത ആഗ്രഹത്തോടെ വേണം. നമ്മളിപ്പോ അതിനകത്ത് 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ദൈവത്തോട് സ്നേഹം. അതായത് ഇപ്പൊ എല്ലാവരും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയും. വിശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവനോട് വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ പറയാറിയില്ല. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ആൾക്കാർ. പക്ഷെ അതെന്താന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ വിശ്വാസം, അതായത് എനിക്ക് വിശ്വാസമുണ്ട്, ഭക്തി ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം ഇടപെടും, കാര്യങ്ങൾ ചെയ്യാതെ, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ഇഷ്ടം അന്വേഷിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. ഈ 3 കാര്യം സുവിശേഷത്തിൽ പറയുന്ന ഈ 3 കാര്യങ്ങള് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയില്ല, അതിനോട് സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കളവ് പറയുന്നതായിട്ട് മാറും. മനസ്സിലായ?
അപ്പൊ അതായത് ഞാൻ ഉണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഞാനിപ്പോ ഞാൻ എവിടെയാ പോയപ്പോ അതായത് ഇപ്പോ കുറെ ആൾക്കാർക്ക് ശ്രീനാരായണ ഗുരുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനാരായണ ഗുരുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭക്തിയാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കില്ല അവര്. മനസ്സിലായ? എനിക്ക് പുള്ളിന് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര സ്നേഹം, ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആള് പറഞ്ഞൊന്നും ഞാൻ കേൾക്കുകയില്ല. എനിക്ക് എന്റെ അപ്പനോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷെ അപ്പം പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ കളവ് പറയുന്നവരാ ദൈവസന്നിധിയില്. മനസ്സിലാറിയാം? അപ്പൊ ഈ കളവ് പറയാ, നിരന്തരം കളവ് പറയുന്ന, അതായത് നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് പറയണം. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നമ്മളെ ആത്മാവ്, നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ആത്മാവ്, ഇപ്പൊ നമ്മൾ 1 കിലോ ആത്മാവിനെ മേടിച്ചു, 1 കിലോ അങ്ങനെ കണക്കല്ലല്ലോ ഇത്. ഈ ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാല് ഇത്ര പെർസെന്റേജ്, അതായത് ഇതിന്റെ 100% എത്തണ്ടേ നമ്മള്. ഞാൻ ഇന്നാള് പറഞ്ഞില്ല, അത് 2 ഫോണിന്റെ കാര്യം പറഞ്ഞില്ലേ, ചാർജ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു, ഓർമ്മയില്ല? ഓർമ്മയില്ലേ? നമ്മുടെ ആൻഡ്രോയിഡ് ഫോണില്ലേ, ഈ ആൻഡ്രോയിഡ് ഫോൺ 2 ഫോൺ പുതിയ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ഫോണെല്ലാം ഫംഗ്ഷൻ ആവില്ലേ? എല്ലാം വർക്ക് ചെയ്യില്ലേ? 2 പുതിയ ഫോൺ മേടിച്ചു വെച്ചാല് 2 കമ്പനിയുടെ മേടിച്ചോ, 2 കമ്പനിയുടെ മേടിച്ചു, അല്ലെങ്കിൽ ഒരു 10, 15,000, 20,000 അല്ലെങ്കിൽ 30,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അത് 10,000 അല്ലെങ്കിൽ 15,000, 30,000 കൊടുത്ത് വാങ്ങിച്ചാലും ഈ 2 സാധനവും നന്നായിട്ട് വർക്ക് ചെയ്യില്ലേ? ശരിയല്ലേ? എല്ലാം വർക്ക് ചെയ്യും, എല്ലാം ആക്റ്റീവ് ആവും. അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആവും. പക്ഷെ ഈ ഒരു ഫോണിൽ നിന്ന്, ഈ മേടിച്ച 2 ഫോണിൽ നിന്ന്, ഈ ഫോണിൽ നിന്ന് നമ്മുടെ മറ്റേ ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അങ്ങനെ പറ്റണമെങ്കിൽ അപ്പൊ നമ്മള് എന്ത് ചെയ്യേണ്ടി വരും? ഒരു പവർ ബാങ്ക് വാങ്ങിക്കേണ്ടി വരും അല്ലേ? അപ്പൊ നടക്കൂല്ലേ? ഈ 2ഉം ചാർജ് ചെയ്യാൻ പറ്റും. ഇല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു എക്സ്ട്രാ പവറാണ് നമ്മിലേക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്ന സംഗതി. ഒരു അഡീഷണൽ പവർ ആയിട്ടാണ് അത് കയറുക. അതായത് ഈ 2 ഫോണിനും ഞാനിത് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഈ ഒരു സെക്ഷൻ കൊണ്ടുവന്നത് കേട്ടോ. ഇത് അവിടെ ഒരാൾ ഇത് ചോദിച്ചു വന്നപ്പോ അവിടെ പുള്ളി ഇലക്ട്രോണിക് വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാ സമയത്ത് പ്രവർത്തിച്ച കാര്യമാണ് ഇത്. അപ്പൊ ആ സമയത്ത് വന്നൊരു സംഭവമാണ് ഇത്. ഇങ്ങനെ ഒരു ഈശോ ഉപമ പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവം വന്നാണ്. അപ്പോ 2 കാര്യങ്ങളും വർക്ക് ചെയ്യും, പക്ഷെ ഈ ചാർജ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ കഴിവും ഇല്ലേ ഫോണ് 2നും. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ലേ എല്ലാവരും, ഒരുവിധ ആൾക്കാരൊക്കെ അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നില്ലേ? പക്ഷെ ഞാൻ നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക ചൈതന്യം നിന്നിൽ നിറയണമെങ്കിൽ എന്നിൽ ഉള്ളത് പോരാ, അതിന്റെ എക്സ്ട്രാ കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് ഈ ചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ. അതായത് ഈ അഭിഷേകം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ നമ്മുടെ മലയാളത്തില്? ഈ അഭിഷേകം എന്ന വാക്ക് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് എന്നാണ്. അപ്പോ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ ഇതിനുള്ള കപ്പാസിറ്റി, പരിശുദ്ധാത്മാവിന്റെ കപ്പാസിറ്റി, ഈ പരിശുദ്ധാത്മാവ് ഈ ആരിൽ നിന്നാണോ കിട്ടേണ്ടത്, ലഭിക്കേണ്ടത്, ആ ആളിൽ ഉണ്ടാകണം. അതുപോലെ മനസ്സിലായ? അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ചാർജിങ് നടക്കുക. എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം ഉണ്ടാകുക. അപ്പോ ആ അഭിഷേകത്തിലേക്ക് നിറയാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെപ്പോഴും പറയുന്ന കാര്യം. നമ്മൾ വരങ്ങളും ദാനങ്ങളും അതല്ല ചോദിക്കാൻ പറയാം, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് എല്ലാവരും പറയുന്നത്. അല്ലേ? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെ ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ് ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം കിടക്കണത്. മനസ്സിലായ? ഇപ്പൊ തെങ്ങിന്റെ പൂക്കല വേണമെങ്കിലും കരിക്ക് വേണമെങ്കിലും തേങ്ങ വേണമെങ്കിലും ആ തെങ്ങിലല്ലേ ഇതല്ല, ഇത് തെങ്ങന്റെ ആണെങ്കിൽ എനിക്ക് അത് 3 കിട്ടില്ലേ? മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നിറയാനാണ് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ കാര്യം പോലും നോക്കുമ്പോ ഈശോയെക്കാളും പവർ ഇപ്പം
അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയായിരുന്നു മറ്റേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ തന്നെ പറയുമല്ലേ അല്ലേ? അല്ല, അത് എന്ന് പറഞ്ഞല്ലേ, അതായത് ഞാന് അന്ന് ചോദിച്ചിട്ടുണ്ടോ നമ്മള് മരണം എന്താന്നൊക്കെ ചോദിച്ച ഓർമ്മയില്ല അന്ന്? അത് പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പലരോടും സംസാരിക്കുന്ന പറഞ്ഞേ. ഇല്ല, മരണത്തെ പറ്റി പറഞ്ഞില്ല. അതായത് ഈ മരണം എന്താണെന്നറിയോ? മരണം എന്താണെന്ന് അറിയില്ല. അല്ല, അത് ആത്മാവ് പോകും, ബേസിക് അറിയാം. ബട്ട് യഥാർത്ഥമായ കാര്യം യഥാർത്ഥമായ കാര്യം ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ വേർപിരിയലാണ് മരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ വേർപിരിയലാണ് മരണം. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇത് വചനമാണ്, മനസ്സിലായ? അപ്പൊ ആത്മാവ് ഇല്ലാത്ത ശരീരത്തെ ചിലരെ കൂടെ ചോദിച്ചാൽ ആത്മാവുണ്ട്, നിങ്ങൾക്ക് ആത്മാവെന്ന് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ആത്മാവില്ലാത്ത ശരീരത്തെ വിളിക്കുന്ന പേരാണ് റെസ്റ്റ് ഇൻ പീസ്, RIP, ഡെഡ് ബോഡി, ബോഡി. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അറിയുമ്പോ സതീശൻ മരിച്ചു, സതീശൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മള് സതീശൻ വന്നോന്നാണോ ചോദിക്കുക? ബോഡി കൊണ്ടുവന്നല്ലേ ചോദിക്കുന്നല്ലേ? ശരിയാ അല്ലേ? ശരിയാ. അപ്പോ മൃതദേഹം അല്ലെ, ശവം. അപ്പോ ഈ ആത്മാവില്ലാത്ത വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ശവം, അല്ലെങ്കിൽ മൃതദേഹം, അല്ലെങ്കിൽ ഡെഡ് ബോഡി എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. അപ്പൊ ഈ ആത്മാവില്ല എന്ന് പറയുന്ന ആൾക്കാരെയും നമ്മൾ അത് തന്നെയാണ് വിളിക്കേണ്ടത്, മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് ഈ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഉപകരിക്കാത്ത ഒരു ശരീരത്തിലാണ് ദൈവം നമുക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടി ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഈ ആത്മാവിനോട് കൂടെ നമ്മുടെ കർത്താവിന്റെ ആത്മാവ് വന്ന് സംയോജിക്കും, മനസ്സിലായോ? ഒരു മനുഷ്യന്റെ ആത്മാവിനോട് കൂടെ